നല്ല മണവും ഗുണവും രുചിയുള്ള ഒട്ടും മായം ചേർക്കാത്ത നല്ല നാടൻ നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? ഇത് 1.5 ലിറ്റർ നെയ്യാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ലിറ്റർ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 ലിറ്ററോ 1 ലിറ്ററോ അല്ലെങ്കിൽ 1/2 ലിറ്ററോ പാലെടുത്താലും മതി. പാലെടുക്കുന്ന സമയത്ത് നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിലാണ് നല്ലത്. കൂടുതൽ പാട കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പാട കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. ഞാനിതിപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാലാണ്. ഈ പാല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാതെ തിളപ്പിച്ചെടുക്കണം. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇത് തിളച്ച് നന്നായി തണുത്തതിന് ശേഷം അനക്കാതെ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. പിറ്റേ ദിവസം ഇത് എടുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിപ്പാട് അതിൻ്റെ മുകളിലുണ്ടാവുകയെ. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയോ പിന്നെ ഇങ്ങനെ തിളച്ചതിന് ശേഷം ആറ്റി പതപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട ഇങ്ങനെ കിട്ടില്ല കേട്ടോ. അനക്കാതെ വെച്ചിരുന്ന നല്ല കട്ടിക്ക് ഈ പാലിലുള്ള കംപ്ലീറ്റ് കൊഴുപ്പും അതിൻ്റെ മുകളിൽ പാടയായിട്ട് വന്നിരിക്കുക. ഈ പാട കോരിയിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഈ പാല് നമുക്ക് ചായക്കൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെട്രാ പാക്ക് ഒക്കെ വാങ്ങിക്കില്ലേ, ഒരു 6 മാസവും 1 വർഷം വരെയൊക്കെ കേടാകാതിരിക്കുന്ന പാലൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് ഈ പാൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ നല്ല കട്ട പാട കിട്ടും. ഞാനിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ 2 ലിറ്റർ പാല് വെച്ച് ഒരുമിച്ച് വാങ്ങിച്ച് ഇതുപോലെ തിളപ്പിച്ച് വെക്കുക. അതിൽ നിന്നും പാട എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ പാടയിലോട്ട് തന്നെ ഒന്നിച്ചങ്ങ് ഇട്ട് വെക്കാം. ഈ നെയ്യൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നിച്ച് ചെയ്യുന്ന കുറച്ചുകൂടെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് എടുക്കുമ്പോൾ പാത്രത്തിലെല്ലാം എണ്ണയും മെഴുക്കും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊരു പണി ഒഴിവാക്കാൻ വേണ്ടി ഒന്നിച്ച് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ കുറേശ്ശെയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ 2 പാത്രത്തിൽ നിറച്ചുണ്ട് കേട്ടോ. ഒരു പാത്രം നിറഞ്ഞപ്പം അടുത്ത പാത്രത്തിലേക്ക് എടുത്താണ്. ഫ്രീസറിൽ വെക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കരുത്. ഓരോ പ്രാവശ്യം എടുത്ത് ഫ്രീസറിൽ വെച്ച് പിന്നെ എടുക്കുമ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോകും. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ മാറി ഒന്ന് കുറച്ച് ലൂസ് ആവാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് പുറത്ത് വെക്കാം. ഇപ്പോൾ രാവിലെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുള്ള് കട്ടിയൊക്കെ മാറി നല്ല ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഈ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒരു 3 വലിയ സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാടായി പോണ്ട, വല്ലാണ്ട് പുളിച്ചു പോകും. 2-3 സ്പൂണ് മതിയാകും. എന്നിട്ട് എല്ലായിടത്തും നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ തൈര് ഒഴിക്കാതെ തന്നെ നമുക്ക് നെയ്യ് എടുക്കാം കേട്ടോ. അത് നമ്മൾ പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെയിലത്ത് വെച്ചിട്ട് അതിന്റെ ആ ഒരു തണുപ്പ് മാറ്റി അടിക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും കൂടുതൽ നെയ്യ് കിട്ടുന്നത് ഇതുപോലെ ചെയ്യുമ്പോഴാണ്. ഈ നെയ്യ് ഉണ്ടാക്കുന്നത് പണ്ട് മുതലേ തുടങ്ങിയ പരിപാടിയാണ്. ഞാനും അനിയനും കൂടെ ഈ ഒരു പരിപാടി ചെയ്യുമായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നെയ്യ് ഉണ്ടാക്കാനല്ല, വെണ്ണയാക്കാൻ. വെണ്ണ ഉണ്ടാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഇതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി തന്നെ ഇരുന്ന് കഴിക്കുക. ഇത് തന്നെയായിരുന്നു പണ്ട് പരിപാടി. പണ്ട് ബട്ടറൊന്നും അങ്ങനെ വാങ്ങാറില്ല. ചായക്കുള്ള പാലിന് ഇച്ചിരി കട്ടി കുറഞ്ഞാലും കേക്ക് കഴിക്കാമല്ലോ. അങ്ങനെ അന്നൊന്നും